നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇന്ന് മേരി ബറോ എന്ന ഒരു ഉൽക്കാശിലയെക്കുറിച്ചാണ് ചരിത്രഭൂമികയിൽ പറയുന്നത്. മേരി ബറോ എന്ന വളരെ അമൂല്യമായ ഒരു പാറ കഷ്ണമാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. വർഷങ്ങളോളം സ്വർണം എന്ന് കരുതി സൂക്ഷിച്ച അമൂല്യ വസ്തു സ്വർണമല്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? ഒടുവിലത് സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോഴുള്ള അതിശയമോ? എന്നാൽ അത്തരത്തിൽ ഒരു സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് ഓസ്ട്രേലിയയിലുള്ള മെൽബണിൽ നിന്നുള്ള ഡേവിഡ് ഹോൾ എന്ന യുവാവ്. രത്നക്കല്ലുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും ശേഖരിക്കുന്നതിൽ അതീവ തൽപരനാണ് ഡേവിഡ് ഹോൾ. അങ്ങനെ 2015 ചുവന്ന നിറത്തിലുള്ള ഒരു വലിയ പാറ കഷ്ണം ഡേവിഡ് ഹോളിന് കിട്ടുന്നത്. ഇതിൽ സ്വർണമുണ്ട് എന്നാണ് ഡേവിഡ് ഹോൾ അന്ന് വിചാരിച്ചത്. കാരണം അതിൻ്റെ കളറ് തന്നെയാണ്, അതിനകത്ത് സ്വർണം ഉണ്ടായിരിക്കും, സ്വർണം ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര ചുവന്ന കളർ എന്നാണ് ഡേവിഡ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ പാറ ചുമന്ന് വീട്ടിലെത്തിച്ചപ്പോൾ സാമാന്യം വലിയൊരു പാറക്കഷ്ണമാണ്. ഇതിനെ പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. പൊട്ടിക്കാനായിട്ട് വർഷങ്ങളോളം യുവാവ് ശ്രമിച്ചു. 2015 കിട്ടിയതാണിത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി. ഹാമർ മുതൽ ആസിഡ് വരെ ഈ പാറക്കഷ്ണത്തിലേക്ക് ഒഴിച്ചു നോക്കി. പക്ഷെ പാറയൊന്നും പൊട്ടുന്നില്ല. അപ്പോൾ ഇത്രയും കട്ടിയുള്ള, ഇങ്ങനെ എന്ത് ചെയ്തിട്ടും പൊട്ടാത്ത ഒരു പാറക്കഷ്ണം, കാരണം പാറ പൊട്ടിച്ചാലെങ്കിലല്ലേ ഇതിനുള്ളിലുള്ള സ്വർണം ഒന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പാറ പൊട്ടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഡേവിഡ് ഹോള്. അപ്പോൾ ഒരു തരത്തിലും അത് പറ്റുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ പാറയുമായി അദ്ദേഹം മെൽബൺ മ്യൂസിയത്തിലേക്ക് എത്തി. മ്യൂസിയത്തിലെ പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധരായ കുറേ ആൾക്കാരാണ് ഈ പാറക്കഷ്ണം പരിശോധിച്ചു. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഹാമർ മുതൽ വളരെ അധികം സാധനങ്ങൾക്ക് ഉപയോഗിച്ച് ഇതിനെ പൊട്ടിക്കാൻ നോക്കി. പക്ഷേ ഒരു കാരണവശാലും പൊട്ടുന്നില്ല. അസാമാന്യ ഭാരവുമുണ്ട് ഈ പാറക്കഷ്ണത്തിന്. അപ്പോഴാണ് ഈ വിദഗ്ധരാണ് കണ്ടെത്തിയത് പാറയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് ഡേവിഡ് ഹോളിനോട് വെളിപ്പെടുത്തുന്നത്. പരിശോധനയിൽ പാറയായി കരുതിയിരുന്നത് മേരി ബറോ ഉൽക്കാശിലയാണ് എന്നാണ് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നത്. 17 കിലോഗ്രാം ഭാരമുണ്ട് ഈ ഉൽക്കാശിലയ്ക്ക്. മാത്രമല്ല വലിയ അളവിൽ ഇരുമ്പും ക്രിസ്റ്റലൈഡ് ധാതുക്കളും ഈ ഉൽക്കാശിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയെ കോൺട്രൂൾസ് എന്നാണ് വിളിക്കുന്നത്. അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, വിക്ടോറിയ സംസ്ഥാനത്ത് ഇതുവരെ 17 ഉൽക്കാശിലകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇതേസമയം ഈ ഉൽക്കാശിലയാകട്ടെ 100 മുതൽ 1000 വർഷം മുമ്പ് ഭൂമിയിൽ പതിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. മേരി ബറോ എന്ന പാർക്കിൽ കണ്ടതായതിനാലാണ് ഇത് ആ പേരിൽ തന്നെ അറിയപ്പെടുന്നത്. സാധാരണ ഭൂമിയിലെ പാറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും വളരെ സാന്ദ്രമായ രൂപങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ഇത് വളരെ ഭാരമുള്ളതാണ് എന്നാണ് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നാണ് മേരി ബറോ ഉൽക്കാശില ഉത്ഭവിച്ചത് എന്ന് കരുതുന്നു. സ്വർണത്തെക്കാൾ വിലമതിക്കുന്നതാണ് ഇത് എന്നാണ് ഗവേഷകർ കരുതുന്നത്. ഇത് ആദ്യകാല സൗരയൂഥത്തെക്കുറിച്ചും ഒരുപക്ഷെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുമുള്ള പഠനത്തിലും നിർണായകമായ ഒരു സംഭവമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ശാസ്ത്രീയ പ്രാധാന്യവും അപൂർവതയും മൂലം ലക്ഷക്കണക്കിന് മുതൽ ദശലക്ഷക്കണക്കിന് ഡോളർ വരെ വിലമതിക്കുന്ന അപൂർവ സമ്പത്താണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കോസ്മിക് നിധി തന്നെയാണ് ഈ ഉൽക്കാശില. ഈ ഉൽക്കാശിലയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മെൽബൺ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നുപോകുമ്പോഴാണ് ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പാതയിൽ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കാറുണ്ട്. ഭൂമി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഗ്രഹങ്ങൾ എന്നിവകളിൽ നിന്നെല്ലാം ഉൽക്കകൾ ഭൂമിയിൽ എത്താറുണ്ട്. പൂർണ്ണമായും പാറ കൊണ്ടോ അല്ലെങ്കിൽ ലോഹം കൊണ്ടോ, അതുമല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നാണ് ഉൽക്കകൾ നിർമ്മിക്കപ്പെടുന്നത്. കൂടാതെ അപൂർവ ധാതുക്കളും മൂലകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ധാതുക്കളാലും ലോഹങ്ങളാലും സമ്പന്നമായ ഉൽക്കാശിലകളിൽ ഭൂമിയിൽ സാധാരണയായി കാണപ്പെടാത്ത അപൂർവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എണ്ണമറ്റ പ്രപഞ്ച രഹസ്യങ്ങളുടെ കലവറയായിരിക്കാം മേരി ബറോ ഉൽക്കാശില എന്നാണ് ഗവേഷകർ കരുതുന്നത്. സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചും ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഗ്രഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുമെല്ലാം ഉള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഉൽക്കാശിലയിലൂടെ നമ്മൾക്ക് ലഭിച്ചേക്കും എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.